ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 8ാം ശമ്പള കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ നിന്നും പെൻഷൻ പരിഷ്കരണം ഒഴിവാക്കിയോ? രാജ്യസഭയിൽ ഇതിന് ഉത്തരം ലഭിക്കും. അതെ, പ്രതിപക്ഷം 8ാം ശമ്പള കമ്മീഷൻ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഡിസംബർ 1 ആരംഭിക്കാനിരിക്കെ കേന്ദ്ര സർക്കാർ ജീവനക്കാരിലും പെൻഷൻകാരിലും ഉത്കണ്ഠ വർദ്ധിച്ചു വരികയാണ്. 2025 ഡിസംബർ 2 ചൊവ്വാഴ്ച ധനകാര്യ മന്ത്രാലയം അടുത്തിടെ രൂപീകരിച്ച 8ാം കേന്ദ്ര ശമ്പള കമ്മീഷനെ കുറിച്ച് രാജ്യസഭയിൽ ഒരു പ്രധാന ചോദ്യം ഉന്നയിക്കാൻ പോകുന്ന ദിവസത്തിലാണ് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എംപിമാരായ ശ്രീ ജാവേദ് അലി ഖാനും ശ്രീ റാംജിലാൽ സുമനും ചോദിച്ച ക്വസ്റ്റ്യൻ നമ്പർ 252 ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഇത് ഉയർന്നു വരുന്ന ഒരു വിവാദത്തിന്റെ കാതലിലേക്ക് കടക്കുന്നു. 8ാം ശമ്പള കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ നിന്നും പെൻഷൻ പരിഷ്കരണം ഒഴിവാക്കിയതായി പറയപ്പെടുന്നു. സർക്കാർ അടുത്തിടെ 8ാം ശമ്പള കമ്മീഷൻ രൂപീകരണം പ്രഖ്യാപിച്ചു. കേന്ദ്ര സ്റ്റാഫ് യൂണിയനുകൾ തുടക്കത്തിൽ ഈ നീക്കത്തെ സ്വാഗതം ചെയ്തു. എന്നിരുന്നാലും വിജ്ഞാപനത്തിലെ വിശദാംശങ്ങൾ വ്യാപകമായ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. നിലവിലെ പെൻഷൻകാർക്കുള്ള പെൻഷൻ പരിഷ്കരണം വ്യക്തമായി ഉൾപ്പെടുത്തിയ മുൻ കമ്മീഷനുകളിൽ നിന്നും വ്യത്യസ്തമായി 8ാം ശമ്പള കമ്മീഷന്റെ TORൽ ഈ വിഷയത്തിൽ വ്യക്തതയില്ല. രാജ്യസഭയിൽ ഉന്നയിക്കുന്ന ഒന്നാമത്തെ ചോദ്യം ധനകാര്യമന്ത്രി ദയവായി മറുപടി നൽകണം. ക്വസ്റ്റ്യൻ നമ്പർ 1. 8ാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നതിനുള്ള വിജ്ഞാപനം സർക്കാർ അടുത്തിടെ പുറപ്പെടുവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങളും ടേംസ് ഓഫ് റെഫറൻസിലെ നിബന്ധനകളും വിശദമാക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 2. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അടിയന്തര ആശ്വാസ നടപടിയായി നിലവിലുള്ള DADR അടിസ്ഥാന ശമ്പളവുമായി ലയിപ്പിക്കുമോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ, ഇല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ. കൂടാതെ ക്വസ്റ്റ്യൻ നമ്പർ 3. 8ാം ശമ്പള കമ്മീഷൻ പ്രകാരം കേന്ദ്ര സർക്കാർ പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുന്നില്ലേ? ഇല്ലെങ്കിൽ അതിനുള്ള കാരണം. ഈ 3 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം 69 ലക്ഷം പെൻഷൻകാരെ ആശങ്കപ്പെടുത്തുന്നതാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വ്യക്തമായ മറുപടി ഡിസംബർ 2 ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.